അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ എല്ലാ സ്ത്രീകൾക്കും ഒരു ബോധവൽക്കരണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ റമളാനിൽ ദിയ കിരൺ എന്ന് പറയുന്ന 2 പേര് ഒളിച്ചോടിയത്, അതും റമളാൻ മാസത്ത് ഈ ദിയ ലൈവിൽ വന്ന് പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. റമളാൻ മാസത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടും കുടുംബക്കാരെ ധിക്കരിച്ചിട്ടും മറ്റൊരു മതസ്ഥൻ്റെ കൂടെ അവർ ഒളിച്ചോടി. എന്നിട്ട് അവർക്ക് സുഖമുള്ള ജീവിതം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ വരികയൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ 3-4 മാസങ്ങൾക്ക് ശേഷം, 3-4 മാസമൊന്നും ആയിട്ടില്ല, ശേഷം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നത് ദിയ തിരിച്ചു വന്നിട്ടുണ്ട്. അവൻ്റെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നിട്ട്, അതുപോലെ ജീവിക്കാൻ കഴിയാതെ വന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യവശാൽ അവളുടെ മാതാപിതാക്കൾ അവളെ സ്വീകരിച്ചു. വേറെ ചില മാതാപിതാക്കളാണെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു. കഷ്ടകാലം, അങ്ങനെ എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് പിന്നെ കേറ്റാതിരുന്നിട്ടും മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും ആ ദിയ മോള് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി എന്നത് മാത്രമല്ല, റമദാൻ മാസത്തിലാണ് ഒളിച്ചോടിയത്. ഇത് വേറൊരു കുടുംബത്തെ ചതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പ്രണയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വിവാഹത്തിന് നിശ്ചയിക്കാനൊന്നും ഉറപ്പിച്ചിടാനൊന്നും നിൽക്കരുത്. കാരണം അവരുടെ മനസ്സ് ഒരുപാട് വേദനിക്കും, അവരുടെ ശാപവും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ആരും നിൽക്കരുത്. ദിയയെക്കുറിച്ച് നമ്മളിനി അധികം പറയണ്ട. അവൾക്ക് കുറ്റബോധമൊക്കെ മനസ്സിലായിട്ട് അവൾ ഒരുപാട് പടച്ചിറപ്പിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. നമ്മളോട് എന്ത് തെറ്റ് പറ്റിപ്പോയാലും അള്ളാഹു അത് സ്വീകരിക്കും. പക്ഷേങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞാൽ നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല. വേറെ എല്ലാ തെറ്റും നമുക്ക് അള്ളാഹു മാപ്പ് തരുന്നതാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് ആരും പറയണ്ട. കാരണം അവൾ തൗബ ചെയ്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ദിയ നമുക്ക് പാഠമാവട്ടെ. നമ്മുടെ സ്ത്രീകൾക്ക്, ഏത് മതത്തിലുള്ള സ്ത്രീകളായാലും നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പെൺമക്കൾക്കും പ്രണയിക്കുന്നവർക്ക് ഇതൊരു പാഠമാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രണയത്തിൻ്റെ മറയിൽ കുറേ ചതിക്കുഴികളുണ്ട്. അത് നമ്മൾ പ്രണയിക്കുന്നവർ മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മുടെ ജീവിതം അതിലിട്ട് കളിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കാവൂ. പ്രണയകാലത്ത് എല്ലാവരും വിചാരിക്കും നമുക്കാരും വേണ്ട, മാതാപിതാക്കൾ വേണ്ട, അതുപോലെ കുടുംബക്കാർ വേണ്ട, നാട്ടുകാരും വേണ്ട, ഏത് മതത്തിലുള്ളവനെ സ്നേഹിച്ചാലും അവൻ മാത്രം മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. എങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, പ്രണയിക്കുന്ന കാലത്ത് ആരും തന്നെ തനി സ്വഭാവം നിങ്ങളുടെ മുന്നിൽ കാണിക്കില്ല. പ്രണയിക്കുന്ന കാലത്ത് അവർക്കൊരു പെണ്ണും വേണം. അവരുടെ തനിനിറം കാണിച്ചാൽ അവർക്ക് പെണ്ണ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ക ഫ്രോഡായവർ പ്രണയിക്കുമ്പോൾ പക്ക മാന്യനായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലായിക്കോളി. ഏറ്റവും നല്ല മാന്യതയുള്ള രീതിയിലാണ് എല്ലാവരും പ്രണയിക്കുക. നിങ്ങൾ എത്ര കൊല്ലം പ്രണയിച്ചാലും അവരുടെ സ്വഭാവം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. കാരണം ചിലർ മദ്യപിക്കുന്നവരായിരിക്കും, ചിലർ ലഹരിക്കടിമയായിരിക്കും, ചിലർ പക്ക ഫ്രോഡായിരിക്കും, ഒരുപാട് അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എത്ര വർഷം പ്രണയിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. അവരുടെ സ്വഭാവം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം കഴിച്ച്, അല്ലെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒളിച്ചോടി, എന്നിട്ട് വേണം അവരുടെ കൂടെ കുറച്ച് നാൾ ജീവിക്കുമ്പോഴാണ് പതിയെ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുക. പക്ഷെങ്കിൽ ചിലർ നമ്മുടെ ശരീരം മാത്രം ആഗ്രഹിച്ചിട്ട് പ്രണയിക്കുന്നവരുണ്ടാകും. അവർ പ്രണയിച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനിനിറം പുറത്തു വരികയും നമ്മളെ അവർ കളയുകയും ചെയ്യും. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു ബുദ്ധി തരട്ടെ. അന്യമതസ്ഥനെ പ്രണയിച്ചാലും അതുപോലെ സ്വന്തം മതത്തിലുള്ളവരെ പ്രണയിച്ചാലും നമ്മൾ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പോവാൻ നിൽക്കരുത്. മാതാപിതാക്കളുടെ നാട്ടുകാരുടെ ഒക്കെ സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കുക. അല്ലാതെ നിങ്ങൾ പോയാൽ എല്ലാവരും ദിയയുടെ വീട്ടുകാരെ പോലെ സ്വീകരിച്ചെന്ന് വരില്ല. നമ്മുടെ ജീവിതം കട്ടപ്പുകയാവുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ ഇടമുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ജീവിതം ഒരു തുണ്ട് കയറുമ്മലേക്കായിട്ട് ഒതുങ്ങി
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം എന്തിനാണ് വെറുതെ പായാക്കുന്നത്? പ്രണയിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് പണിയാണ്. നമ്മളെ എല്ലാവരും തളർത്തും. ഇതുപോലെ സമൂഹത്തിലും ഓൺലൈനിലൊക്കെ പ്രണയിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ലൈവിലൊക്കെ വന്ന് പറഞ്ഞിട്ട് മൊത്തം നാറിയിട്ട് പോകുന്നവരൊന്ന് ആലോചിക്കുക. മുന്നോട്ട് നമ്മുടെ ജീവിതം എന്തായി തീരുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു മനസ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ എല്ലാവരും ഇബിലീസിൻ്റെ ഷെറിൽപ്പെടാൻ അല്ലെങ്കിൽ പിശാചിൻ്റെ ഷെറിൽപ്പെടാൻ ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി നമ്മളെ തോൽപ്പിക്കാനായിട്ട്, ഇബിലീസ് നമ്മളെ കെണിയിൽപ്പെടുത്താനായിട്ട്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയും നമ്മളെയും കാക്കട്ടെ ഇബിലീസിൻ്റെ ഷെറിൽപ്പെടാതിരിക്കാൻ. നമ്മൾ പടച്ച റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുക, ഇതുപോലെയുള്ള കെണിയിൽ പെടാതിരിക്കാൻ. എല്ലാവരെയും പടച്ച റബ്ബ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ മക്കളെ എല്ലാം പടച്ച റബ്ബ് കാക്കട്ടെ, ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ ആരും പെടാതിരിക്കട്ടെ. നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതക്കാരും പ്രണയിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം പ്രണയിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.